മതങ്ങൾ മനുഷ്യന് നൽകുന്ന സന്ദേശം എന്താണ്? എന്താണ് മതങ്ങൾ കൊണ്ട് മനുഷ്യനും സമൂഹത്തിനുമുള്ള നന്മ? ഭഗവത്ഗീതയും ഖുർആനും ബൈബിളും മറ്റു മതഗ്രന്ഥങ്ങളുമെല്ലാം ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൻ്റെ സന്ദേശങ്ങൾ മാത്രം വഹിക്കുന്നതാണോ? എല്ലാ കാലത്തും എല്ലാ മതങ്ങളും മനുഷ്യനെ പരസ്പരം തമ്മിൽ തല്ലിക്കാനേ പ്രയോജനപ്പെട്ടിട്ടുള്ളൂ. ചരിത്രത്തിലൂടെ കടന്നു വരുമ്പോൾ മതങ്ങളുടെ പേരിൽ നടന്നിട്ടുള്ള സംഘർഷങ്ങൾക്ക് കണക്കില്ല. രാജ്യാതിർത്തികൾക്ക് വേണ്ടിയും വർദ്ധിച്ച സമ്പത്തിനു വേണ്ടിയും മതങ്ങൾ തമ്മിലുള്ള ഈ സ്പർദ്ധ എല്ലാ കാലത്തും നമുക്ക് ദർശിക്കാനാവും. ആധുനിക കാലത്ത് അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും എന്തിന് ജനാധിപത്യം പുലരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഇന്ത്യയിൽ പോലും ഈ മതങ്ങൾ തമ്മിലുള്ള വൈരം വർദ്ധിക്കുകയും അവർ തമ്മിലുള്ള സംഘർഷം നിരന്തരം നമുക്ക് കാണാൻ കഴിയുകയും ചെയ്യുന്നു. ഇവിടെയാണ് മതങ്ങളുടെ പ്രസക്തി ചോദ്യം ചെയ്യപ്പെടുന്നത്. മതേതരത്വം എന്നത് എല്ലാ മതങ്ങൾക്കും തുല്യ സ്വാതന്ത്ര്യം എന്ന് മാത്രമല്ല, ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള അവകാശവും ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കാനുള്ള അവകാശവും കൂടിയാണ് മതേതരത്വം. സെക്കുലറിസം അഥവാ മതസ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഇതെല്ലാമാണ് അർത്ഥമാക്കുന്നത്. സെക്കുലറിസം ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെടുകയും തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഭരണഘടനയിൽ സെക്കുലറിസം അടിസ്ഥാനമാക്കിയുള്ള ഒരു രാഷ്ട്രം ഇന്ന് അടിസ്ഥാന ശില തന്നെ തകർന്ന് വഴിതെറ്റിപ്പോകുന്ന അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് ആധുനിക സമൂഹം ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളിൽ ദൈനംദിനം പുരോഗമിക്കുമ്പോൾ, മറുവശത്ത് മതത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ മനുഷ്യൻ തമ്മിൽ തല്ലുന്നു എന്ന് പറയുന്നത് ഒരിക്കലും നല്ല ലക്ഷണമല്ല. ഇവയ്ക്കെതിരെയാണ് മനുഷ്യ മനസ്സ് ഉണരേണ്ടതും പ്രവർത്തിക്കേണ്ടതും. അമ്മയുടെ പച്ചക്കറിത്തോട്ടത്തിൽ ചെടികൾ നടുന്നതും പർവ്വതത്തിലേക്കുള്ള വിനോദയാത്രകളുമായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങൾ. ആ നാളുകൾ കടന്നുപോയിരിക്കുന്നു. എന്നെപ്പോലെ ആയിരക്കണക്കിന് യസീദികൾക്ക് തിരികെ പോകാൻ ഇടമില്ലാതായിരിക്കുന്നു. ലോകത്തിന് ഒരേ ഒരു അതിരേയുള്ളൂ, അത് മനുഷ്യത്വത്തിൻ്റെതാണ്. നമ്മൾ പങ്കുവയ്ക്കുന്ന മനുഷ്യത്വത്തിൻ്റെ മഹാകാശത്ത് നമുക്കിടയിലുള്ള വേർതിരിവുകൾ വളരെ വളരെ ചെറുതാണ്. ഈ വേദിയിൽ നിന്ന് ഞാൻ നിങ്ങളോടെല്ലാം യാചിക്കുന്നു, മറ്റെല്ലാത്തിനും മുൻപിൽ മനുഷ്യരെ നിർത്തൂ, സമാധാനത്തെ പ്രോത്സാഹിപ്പിക്കൂ. കൊലപാതകങ്ങൾ, ലൈംഗികാടിമത്വം, കുട്ടികൾക്കും സ്ത്രീകൾക്കും നേരെയുള്ള കൊടും ക്രൂരതകൾ, ഇതെല്ലാം കണ്ടിട്ടും പ്രതികരിക്കാനും ആ തിന്മകൾ തുടച്ചു നീക്കാനും ഇപ്പോൾ നിങ്ങൾ തയ്യാറാവുന്നില്ലെങ്കിൽ പിന്നെ എന്നാണ് അതുണ്ടാവുക? ലോകമേ, ഞങ്ങളും അർഹിക്കുന്നു സമാധാനവും സുരക്ഷയും സന്തോഷവുമുള്ള ഒരു ജീവിതം, നിങ്ങളെപ്പോലെ. 2016 UN രക്ഷാസമിതിയുടെ വേദിയിൽ നിന്നുകൊണ്ട് ആ പെൺകുട്ടി ലോകത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവളുടെ പേര് നാദിയ മുറാദ് എന്നായിരുന്നു. അവളുടെ സ്വദേശം ഇറാഖ് ആയിരുന്നു. വംശീയതയുടെയും പീഡനത്തിൻ്റെയും അടിമത്തത്തിൻ്റെയും അവസാനത്തെ പെൺകുട്ടി, ദ ലാസ്റ്റ് ഗേൾ. പ്രിയമുള്ളവരെ, പുസ്തകങ്ങളിലൂടെ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ദ ലാസ്റ്റ് ഗേൾ എന്ന വിഖ്യാതമായ കൃതിയുടെ മലയാള പരിഭാഷയായ അവസാനത്തെ പെൺകുട്ടി എന്ന കൃതിയാണ്. നാദിയ മുറാദ് എന്ന ഇറാഖി വനിതയാണ് ഈ പുസ്തകത്തിൻ്റെ രചയിതാവ്. ഈ കൃതി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ജേർണലിസ്റ്റും പത്രപ്രവർത്തകയുമായ നിഷ പുരുഷോത്തമനാണ്. 1993 ഇറാഖിലെ കൊച്ചോ ഗ്രാമത്തിൽ ജനിച്ച
നാദിയ എന്ന പെൺകുട്ടി പിന്നെ ലോകത്തോളം വളരുകയായിരുന്നു. ഐസിസിന്റെ ലൈംഗികാതിക്രമത്തിലൂടെ പീഡിപ്പിക്കപ്പെട്ട ആ പെൺകുട്ടി അവൾ അനുഭവിച്ച പീഡനങ്ങളും ദുരന്തങ്ങളും നമ്മുടെയെല്ലാം ഭാവനയ്ക്കും സങ്കല്പത്തിനും അപ്പുറമാണ്. അതികഠിനമായ ദുരന്തവും അപമാനവും സഹിക്കേണ്ടി വന്ന പെൺകുട്ടിയാണ് നാദിയ മുറാദ്. 2014 അവളുടെ ഗ്രാമമായ കൊച്ചോയിലേക്ക് ഐസിസ് ഭീകരർ കടന്നു വരുന്നതും ഗ്രാമവാസികളെ ഒന്നാകെ തടവിലാക്കുന്നതും. ഇസ്ലാമിക രാഷ്ട്രമെന്നതാണ് അവരുടെ ആശയം. യസീദി വംശത്തിൽപ്പെട്ട മുഴുവൻ ആളുകളും ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. പക്ഷേ യസീദികൾ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. അവർക്ക് അവരുടേതായ തനത് സംസ്കാരവും ആചാരരീതികളും ജീവിത രീതികളും എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാം മതം സ്വീകരിക്കുവാൻ യസീദികൾ തയ്യാറാവുന്നില്ല. തയ്യാറാകാത്ത മുഴുവൻ ആളുകളെയും ഇസ്ലാം രാഷ്ട്രത്തിന്റെ പേരിൽ നിഷ്കരുണം ഐസിസ് ഭീകരർ വെടിവെച്ചും മർദ്ദിച്ചും കൊല്ലുന്നു. കുറെ പേരെ തടവിലാക്കുന്നു. ഇസ്ലാം മതത്തിൽ വിശ്വസിക്കാത്ത ഒരു മതന്യൂനപക്ഷമാണ് യസീദികൾ. ഇറാഖ് സിറിയ അതിർത്തിയുടെ മലഞ്ചരിവുകളിലാണ് അവരുടെ വാസസ്ഥലം. സിഞ്ചാർ അതിർത്തിയിലുള്ള കൃഷിയിടങ്ങളിൽ അതികഠിനമായി അധ്വാനിച്ചും പണിയെടുത്തുമാണ് ഈ ന്യൂനപക്ഷം ഇറാഖിൽ ജീവിച്ചിരുന്നത്. അവരുടെ ജീവിതത്തിലേക്കാണ് ഒരു സുപ്രഭാതത്തിൽ അപ്രതീക്ഷിതമായി ഇസ്ലാം ഭീകരർ, ഐസിസ് ഭീകരർ വന്നിറങ്ങുന്നത്. 2014 ഒരു രാത്രിയിൽ ഐസിസ് ഭീകരവാദികൾ കൊച്ചോ ഗ്രാമത്തിലേക്ക് ഇരച്ചുകയറി. ഇസ്ലാം മതം സ്വീകരിക്കാൻ തയ്യാറാകാത്തവരെയെല്ലാം അവർ നിർദ്ദയം മർദ്ദിച്ചവശരാക്കി. പുരുഷന്മാരെയെല്ലാം വെടിവെച്ചു കൊന്നു. സ്ത്രീകളെ പിടിച്ചുകെട്ടി. അവരുടെ ലൈംഗികാവശ്യം നിറവേറ്റാനുള്ള ഉപകരണങ്ങളായി മാറി സ്ത്രീകളെല്ലാം. നാസിത്തടവ് പാളയങ്ങളെ പോലും നാണിപ്പിക്കും വിധമായിരുന്നു ഭീകരരുടെ പ്രവർത്തികൾ. ഒടുവിൽ നാദിയയെയും അവർ പിടിച്ചുകെട്ടി കൊണ്ടുപോകുന്നു. മസൂളിലെ മാർക്കറ്റിൽ അവളെ വിൽപ്പനയ്ക്ക് വെച്ചു. ഹാജി സൽമാൻ എന്നയാൾ അവളെ വിലയ്ക്ക് വാങ്ങുന്നു. നാദിയയുടെ ജീവിതം നരകതുല്യമായി. ക്രൂര പീഡനങ്ങളും ലൈംഗികാതിക്രമങ്ങളുമാണ് അവൾക്ക് നേരിടേണ്ടി വന്നത്. സിഗരറ്റ് കുറ്റികൊണ്ട് അവളുടെ ശരീരമാസകലം പൊള്ളലേൽപ്പിച്ചു. ഒരാളിന് ഒരു പെൺകുട്ടിയെ മടുക്കുമ്പോൾ അവളെ മറ്റൊരു കൈമാറി പുതിയ ഇരകളെ സ്വീകരിക്കുമായിരുന്നു ഭീകരർ. നാദിയയും അങ്ങനെ പല കൈകൾ മറിഞ്ഞുപോയി. എല്ലായിടത്തും അതിക്രൂരമായ പീഡനവും ലൈംഗികാതിക്രമവുമാണ് നേരിടേണ്ടി വന്നത്. അങ്ങനെ 5 or 6 കൈകൾ മറിഞ്ഞ് അവൾ പോയിക്കൊണ്ടിരുന്നു. ഒരു വിധത്തിലും രക്ഷപ്പെടാനാവാത്ത വിധമായിരുന്നു ഭീകരരുടെ നിയന്ത്രണങ്ങൾ. എല്ലായിടത്തും ആയുധധാരികളായ കാവൽക്കാരെ ഏർപ്പെടുത്തി. അടച്ചിട്ട മുറിക്കകത്ത് ദിവസങ്ങളോളം ഭക്ഷണമില്ലാതെ അല്പമാത്രമായ വസ്ത്രം ധരിച്ച് തടവുകാർക്ക് താമസിക്കേണ്ടി വന്നു. നാദിയയുടെ അനുഭവം വ്യത്യസ്തമായിരുന്നില്ല. അടച്ചിട്ട മുറിയിൽ ദിവസങ്ങളോളം ദാഹജലം പോലും കുടിക്കാതെ അവൾക്ക് ദിനരാത്രങ്ങൾ തള്ളി നീക്കേണ്ടി വന്നു. ഒരു പ്രാവശ്യം അവൾ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു. അവൾ പിടിക്കപ്പെടുന്നു. അതിക്രൂരമായ ശിക്ഷയാണ് അവൾക്ക് വിധിച്ചത്. രാപകൽ ഭേദമന്യേ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ചാട്ടവാറടിയായിരുന്നു അതിനുള്ള ശിക്ഷ. അതുകൊണ്ട് തന്നെ തുടർന്ന് രക്ഷപ്പെടുക എന്നുള്ള ആശയമെല്ലാം മനസ്സിൽ നിന്ന് ഉപേക്ഷിച്ച് തികച്ചും നിരാശ്രയയായി അവൾ ഐസിസ് ഭീകരരുടെ കീഴിൽ ദിവസങ്ങൾ തള്ളി നിൽക്കുന്ന ചിത്രം വേദനയോടെയല്ലാതെ നമുക്ക് വായിച്ചു തീർക്കാനാവില്ല. ഒടുവിൽ സിറിയയിലേക്ക് അവളെ നാടുകടത്താൻ ശ്രമിക്കുന്നു. സിറിയയിലെ മാർക്കറ്റിൽ ലൈംഗിക അടിമയായി വിൽക്കുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം. അങ്ങനെ അവളെ ഹാജി അമീർ എന്ന മറ്റൊരു ഭീകരൻ വിലയ്ക്ക് വാങ്ങുന്നു.
അയാൾ അവളെ തൻ്റെ ചെറിയ വീട്ടിൽ ചെറിയ മുറിയിൽ പൂട്ടിയിട്ടു. ദിവസങ്ങൾ കഴിയുന്നു. അയാൾ ഇല്ലാതിരുന്ന ഒരു ദിവസം വളരെ യാദൃശ്ചികമായി അവൾക്ക് രക്ഷപ്പെടാനുള്ള അവസരം ഒത്തുവന്നു. എന്തും വരട്ടെ എന്ന് വിചാരിച്ച് ഒരു സന്ധ്യയ്ക്ക് അവൾ ആ വീടിന്റെ മതിൽ ചാടി രക്ഷപ്പെടുന്നു. പക്ഷെ മുന്നോട്ടുള്ള യാത്ര ഒട്ടും എളുപ്പമായിരുന്നില്ല. കാരണം മുസോളിലെ തെരുവുകളും വീടുകളുമെല്ലാം ഐസിസ് ഭീകരരുടെ അധീനതയിലായിരുന്നു. അവരുടെ കണ്ണുവെട്ടിച്ച് അവരാൽ ശ്രദ്ധിക്കപ്പെടാതെ മുന്നോട്ട് പോകുക എന്നുള്ളത് വളരെ കഠിനമായിരുന്നു. എങ്കിലും അവൾ പതുക്കെ മുന്നോട്ട് നീങ്ങുന്നു. ഭീകരരുടെ അധീനതയിലുള്ള തെരുവിലൂടെ അവൾ ഒളിച്ചും പതുങ്ങിയും ഇരുളിലൂടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. ഏത് വാതിലിൽ മുട്ടി വിളിച്ചാൽ തനിക്ക് അഭയം കിട്ടും എന്ന് അവൾക്ക് അറിയുമായിരുന്നില്ല. ഏത് വാതിലിൽ മുട്ടി വിളിച്ചാലാണ് താൻ ആപത്തിൽ ചെന്ന് ചാടുക എന്നും അവൾക്ക് ബോധ്യമുണ്ടായിരുന്നില്ല. തനിക്കിനി മുന്നോട്ട് നീങ്ങാനാവില്ല എന്നവൾ മനസ്സിലാക്കുന്നു. ദിവസങ്ങളോളമുള്ള പട്ടിണിയും മാനസിക സംഘർഷവും അവളെ പാടെ തകർത്തിരുന്നു. ഒടുവിൽ രണ്ടും കൽപ്പിച്ച് അവളൊരു വീടിന്റെ ഇരുമ്പ് വാതിലിൽ മുട്ടി വിളിക്കുന്നു. വാതിൽ തുറക്കുന്നു. അത്ഭുതത്തോടെ വീട്ടുകാർ അവളെ നോക്കി നിന്നു. നാദിയ തന്റെ കഥ ആ വീട്ടുകാരോട് പറയുന്നു. പീഡനത്തിന്റെയും മർദ്ദനത്തിന്റെയും പലരാൽ ബലാത്സംഗം ചെയ്യപ്പെട്ട ദിവസങ്ങളെക്കുറിച്ചുമെല്ലാം അവൾ കണ്ണീരോടെ ആ വീട്ടുകാരോട് പറയുന്നു. മനസ്സലിഞ്ഞ വീട്ടുകാർ അവൾക്ക് അഭയം നൽകുന്നു. ദിവസങ്ങൾക്ക് ശേഷം അതിർത്തി കടക്കാൻ ആവശ്യമായ വ്യാജരേഖകൾ ചമച്ച് നാസർ എന്ന ആളോടൊപ്പം അവളെ യാത്രയാക്കുന്നു. വീണ്ടും പരിശോധനകൾ, ധാരാളം കടമ്പകൾ, ചെക്ക് പോസ്റ്റുകൾ എല്ലാം കടന്ന് അവൾ തൻ്റെ പഴയ ഗ്രാമത്തിൽ എത്തിച്ചേരുന്നു. രക്ഷപ്പെടലിന്റെ ഓരോ കഥകളും അവിശ്വസനീയമാണ്. രക്ഷപ്പെടലിന്റെ കഥകൾ വിവരിക്കുമ്പോൾ വർദ്ധിച്ച ഹൃദയമിടിപ്പോടെ അല്ലാതെ നമുക്ക് വായിച്ചു തീർക്കാനാവില്ല. ഉച്ച കഴിഞ്ഞപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ നാദിയയെ വിളിച്ചു. അയാൾ താഴ്ന്ന ശബ്ദത്തിൽ ഞെട്ടിക്കുന്ന ആ വാർത്ത അവളോട് പറഞ്ഞു. തൊട്ടടുത്ത് ഞങ്ങളൊരു കുട്ടിക്കുഴിമാടം കണ്ടുവെന്നും ആ കുഴിമാടത്തിൽ 80 ശവശരീരങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അതെല്ലാം സ്ത്രീകളുടേതായിരുന്നുവെന്നുമാണ് അയാൾ അവളോട് പറഞ്ഞത്. അവൾ ഞെട്ടിവിറച്ചു. അവൾക്ക് മനസ്സിലാവുന്നു തൻ്റെ അമ്മയുൾപ്പെടെയുള്ള മുഴുവൻ സ്ത്രീകളെയും ഐസിസ് ഭീകരവാദികൾ കൊന്നുകുഴിച്ചു മൂടിയെന്ന്. തൻ്റെ സഹോദരന്മാർ കൊല്ലപ്പെട്ടുവെന്നും അവൾക്ക് വൈകാതെ വിവരം ലഭിക്കുന്നു. ഈ കൃതി നമുക്ക് നൽകുന്നത് തികച്ചും വ്യത്യസ്തമായ അനുഭവവും മനസാക്ഷിയെ ഞെട്ടിക്കും വിധമുള്ള വിവരണക്കുറിപ്പുകളുമാണ്. കേവലം 3 മാസം കൊണ്ട് നാദിയ എന്ന പെൺകുട്ടി 3 തലമുറ അനുഭവിക്കേണ്ട പീഡനങ്ങളും യാതനകളും അനുഭവിച്ചാണ് ഭീകരരുടെ കയ്യിൽ നിന്നും തൻ്റെ ഗ്രാമത്തിൽ തിരിച്ചെത്തിയത്. താൻ ജനിച്ചു വളർന്ന ഗ്രാമത്തിൽ നിന്നും ഐസിസ് ഭീകരരുടെ കയ്യിൽപ്പെട്ട ദിവസം മുതലുള്ള അവളുടെ അനുഭവ വിവരണം നമ്മുടെ എല്ലാം ഭാവനയ്ക്കപ്പുറവും വായിച്ചു പോകാനാകാത്ത വിധം ക്രൂരവുമാണ്. പുസ്തക വായനയ്ക്കിടയിൽ പലപ്പോഴും കണ്ണുകൾ നിറഞ്ഞിട്ട് നമുക്ക് വായന തന്നെ പകുതിക്ക് നിർത്തിപ്പോകേണ്ടി വരുന്നു. മനുഷ്യ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സന്ദേശം ലോകത്തിന് നൽകിയ ഒരു പ്രവാചകന്റെ പിന്മുറക്കാരായുള്ള മതക്കാർ അവരുടെ ആധിപത്യം സ്ഥാപിക്കുവാൻ മറ്റൊരു ജനവിഭാഗത്തോട് കാണിക്കുന്ന ക്രൂരത വായിക്കുമ്പോൾ മതങ്ങൾ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? ഇത്തരം മതങ്ങൾ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് നാം ഒരു വേള ചിന്തിച്ചു പോകുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടിൽ
ഹിറ്റ്ലറുടെ തടവറകളിൽ പോലും മനുഷ്യന് ഇത്രയും പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ല. അതും മതത്തിൻ്റെ പേരിലായിരുന്നു എന്നുള്ളതാണ് വസ്തുത. തൻ്റെ ഗ്രാമത്തിൽ നിന്നും അവൾ ജർമ്മനിയിലേക്കും അവിടെ നിന്നും സ്വിറ്റ്സർലൻഡിലേക്കും യാത്ര ചെയ്യുന്നു. ഐക്യരാഷ്ട്രസഭയുടെ വേദിയിൽ തൻ്റെ തിക്താനുഭവങ്ങൾ വിവരിക്കുവാൻ വേണ്ടിയായിരുന്നു അവൾ പോയത്. ഐക്യരാഷ്ട്രസഭയുടെ ന്യൂനപക്ഷ വേദിയിൽ നാദിയ മുറാദ് തൻ്റെ പീഡിത കഥകൾ വിവരിക്കുന്നു. തനിക്കിനിയും ഏറെ ചെയ്യാനുണ്ടെന്ന് അവൾ തിരിച്ചറിയുന്നു. മുറാദ് എന്ന മനുഷ്യസ്നേഹിയെ കണ്ടെത്തുന്നത് മുതൽ തനിക്കൊരു പുതിയ ജീവിതം കിട്ടിയെന്ന് അവർ പറയുന്നു. ഐക്യരാഷ്ട്രസഭ മനുഷ്യക്കടത്ത് അതിജീവിച്ചവരുടെ അന്തസ്സിലുള്ള ഗുഡ്വിൽ അംബാസിഡറായി നാദിയയെ പ്രഖ്യാപിച്ചു. 2018 സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് നൽകി UN ആ പെൺകുട്ടിയെ ആദരിച്ചു. അവൾക്ക് തുടർന്ന് പല വേദികളിലും തൻ്റെ കഥ പറയേണ്ടി വന്നു. ഐസിസ് ഭീകരരുടെ തടവിലായ കഥ, ചെക്ക് പോസ്റ്റിലെ ബലാത്സംഗത്തെക്കുറിച്ച്, ഹാജി സൽമാന്റെ ചാട്ടവാറടിയെക്കുറിച്ച്, മൊസൂളിലെ ഇരുട്ടിൽ അഭയം തേടി തെരുവിലൂടെ രക്ഷപ്പെട്ട കഥ. ഒരു വിവരണവും സുഖകരമായിരുന്നില്ല. പലരും അവളുടെ കഥ കേട്ട് പൊട്ടിക്കരഞ്ഞു. അവസാനത്തെ പെൺകുട്ടി എന്ന കൃതി കേവലം നാദിയ മുറാദ് എന്ന ഒരു സീതി പെൺകുട്ടിയുടെ ആത്മകഥ മാത്രമല്ല, ലോകത്തെങ്ങും എവിടെയും മത തീവ്രവാദികളും ഫാസിസ്റ്റുകളും ഏതു നിമിഷവും അഴിച്ചുവിട്ടേക്കാവുന്ന ക്രൂരതകളുടെ കഥ കൂടിയാണ്. ഫാസിസവും മതതീവ്രവാദവും വേഷപ്രച്ഛന്നമായി ഭരണസിരാ കേന്ദ്രങ്ങളിലും ഭരണകർത്താക്കളുടെ മനസ്സുകളിലും കുടിയേറിയിരിക്കുന്ന സോക്കോൾഡ് ഡെമോക്രസിയുള്ള നമ്മുടേതുപോലുള്ള ഒരു രാഷ്ട്രത്തിലും ഏതു നിമിഷവും അവർ പ്രത്യക്ഷപ്പെട്ടേക്കാം. എങ്കിലും നാദിയ മുറാദ് ഈ ശ്രേണിയിലെ അവസാനത്തെ പെൺകുട്ടിയാവട്ടെ, ദ ലാസ്റ്റ് ഗേൾ ആവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അന്താരാഷ്ട്ര കോടതിയിൽ നാദിയയ്ക്ക് വേണ്ടി കേസുകൾ വാദിച്ച അമൽ ക്ലൂണി എന്ന അഭിഭാഷക എഴുതിയ അർത്ഥഗർഭമായ മുഖവുരയും നമുക്ക് ഈ കൃതിയിൽ വായിക്കാം. 350 രൂപ വിലയുള്ള ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മഞ്ജുൾ ബുക്സ് ആണ്. ആദ്യം അവർ ഇസ്ലാമിനെ തേടി വന്നു. ഞാൻ ആശ്വസിച്ചു. എന്നെ തേടിയല്ലല്ലോ, ഞാൻ പ്രതികരിച്ചില്ല. പിന്നെ അവർ ക്രിസ്ത്യാനികളെ തേടി വന്നു. ഞാൻ ആശ്വസിച്ചു. എന്നെ തേടിയല്ലല്ലോ, ഞാൻ പ്രതികരിച്ചില്ല. ഇന്നലെ അവർ കമ്മ്യൂണിസ്റ്റുകളെ തേടി വന്നു. ഞാൻ ആശ്വസിച്ചു. എന്നെ തേടിയല്ലല്ലോ, ഞാൻ പ്രതികരിച്ചില്ല. ഒടുവിൽ അവർ എന്നെ തേടി വന്നു. എനിക്ക് വേണ്ടി പ്രതികരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. നിർത്തുന്നു. നന്ദി.